പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിൽ സദാ എപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. കീഴിലം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിക്കുന്ന വചനസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഒരു ദിനം കൂടെ ഈ സ്ക്രീനിന്റെ മുമ്പിലായിരിക്കാൻ, കർത്താവിന്റെ വചനത്തിന്റെ നിറവിലായിരിക്കാൻ, കർത്താവ് രക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിന്റെ പാതാരബന്ധങ്ങളിലായിരിക്കാൻ സ്വർഗം നമ്മെ തെരഞ്ഞെടുത്ത് ചേർത്ത് വെച്ചതിനാൽ നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിശ്വാസം. ഞാനും നിങ്ങളും വിശ്വാസികളായിരിക്കുന്നത് തന്നെ ദൈവമായിട്ടുള്ള വലിയ ബന്ധത്തിന്റെ നിറവിലും കരുതലിലുമാണ്. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോസ്തലനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ 11-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് വിശ്വാസത്തിന്റെ നിർവചനത്തോടു കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഹല്ലേലൂയ. രണ്ട് വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഉറപ്പ്, രണ്ട് നിശ്ചയം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, എന്റെ പ്രതീക്ഷകളുടെ ഉറപ്പ്, ഞാൻ ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പ്, ഞാൻ കാക്ഷിക്കുന്നതിന്റെ ഉറപ്പ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലാത്തതിനെ എന്റെ ആത്മാവിന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട് അതിനെ ഉറപ്പിക്കുകയാണ്. അതിനെ നിശ്ചയമായി ഞാൻ വേർതിരിച്ച് കാണുകയാണ്. ഹല്ലേലൂയ. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പൂർവികർക്ക് സാക്ഷി ലഭിച്ചത്, അവർക്ക് അംഗീകാരം ലഭിച്ചത്, ദൈവസന്നിധിയിൽ അവർ ശ്രേഷ്ഠരായി മാനിക്കപ്പെട്ടതിന്റെ കാരണം വിശ്വാസമാണ്. വിശ്വാസത്താൽ നമ്മുടെ പൂർവികർക്ക് സാക്ഷി ലഭിച്ചു, അംഗീകാരം ലഭിച്ചു എന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവവചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നും ഉണ്ടായി എന്നും നാം അറിയുന്നത് വിശ്വാസത്താലാണ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ അനുഭവതലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസം, ഹൃദയത്തിൽ ദൈവത്തിനുള്ള വിശ്വാസത്തിന്റെ ദൃഢത എപ്രകാരമാണെന്ന് വിവേചിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതായിട്ടുണ്ട്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം മുഴുവൻ വിശ്വാസത്തിന്റെ നല്ല പാഠങ്ങളാണ്. ഒരുപാട് മാതൃകകളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ മാതൃകകൾ എന്നറിയാമോ? അതിൽ നിന്ന് ഏതാനും മാതൃക നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഒന്ന്, വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി എടുത്തു കാണിക്കുന്നത് ഹാബേലിനാണ്. നിഷ്കളങ്കനും നീതിമാനുമായ ഹാബേൽ. എന്താ ഹാബേലിന്റെ വിശ്വാസത്തിന്റെ അനുഭവ തലങ്ങൾ എന്നറിയാമോ? അവൻ യഹോവയ്ക്ക് പ്രസാദകരമായി ബലിയർപ്പിച്ചു എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് കാരണമായി തീർന്നത് അവന്റെ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമാണ്. ഉറച്ച വിശ്വാസമാണ് പലപ്പോഴും നമ്മുടെ ആരാധനകളെ അനുഗ്രഹപൂർണമാക്കി തീർക്കുക. ഹാബേൽ നീതിമാനായി അംഗീകരിക്കപ്പെട്ടത് അവൻ ദൈവത്തിന് സമർപ്പിച്ച കാഴ്ചകളിലൂടെയാണ്. ആ കാഴ്ചകളെ കുറിച്ച് യഹോവയായ ദൈവം സാക്ഷ്യം നൽകിയെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാബേൽ മരിച്ചെങ്കിലും വിശ്വാസത്തിലൂടെ അവൻ ഇന്നും സംസാരിക്കുകയാണെന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരാധനയ്ക്കും വിശ്വാസത്തിനും വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഹാബേൽ നീതിമാനായി പരിഗണിക്കപ്പെട്ടത് അവന്റെ വിശ്വാസത്തിന്റെ ഉറപ്പിലാണെങ്കിൽ, അവന്റെ കാഴ്ചകളെ അംഗീകരിക്കപ്പെട്ട ദൈവം അവന് സാക്ഷ്യം നൽകുന്നത് അവന്റെ വിശ്വാസത്തിന്റെ ആഴത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഹാബേൽ ദൈവത്തിന്റെ സന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടവനായിട്ട് തീർന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചിട്ട് ഹാബേൽ ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹീതനായി മാറ്റപ്പെട്ടു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എബ്രായലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ അവനെ കുറിച്ചുള്ള വചനത്തിന്റെ സാക്ഷ്യം അപ്രകാരമാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഹാബേലിന്റെ ചിന്തയോട് ചേർത്ത് വിശ്വാസത്തിന്റെ ആഴങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആരാധനയ്ക്കും കാഴ്ചയർപ്പണത്തിനും എന്ത് പ്രാധാന്യമാണ് ഉള്ളത്? ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദകരമായ വഴിപാടായിട്ട് തീരുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമായ കാഴ്ചയായി നന്മയെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ അനുഗ്രഹീതമായ വലയത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ കൃപയോട് ചേർന്നിരിപ്പാൻ നമ്മുടെ ആരാധനാ ജീവിതവും മുഖാന്തരമായിട്ട് തീരുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ഹാബേൽ വിശ്വാസത്തിന്റെ നിറവിൽ നീതിമാനായി ഗണിക്കപ്പെടുക മാത്രമല്ല, അവൻ ആരാധനയിൽ അംഗീകരിക്കപ്പെട്ടവനായിട്ട് തീർന്നു. അവൻ അർപ്പിച്ച കാഴ്ചകളിൽ ദൈവം പ്രസാദിച്ച് അവനെക്കുറിച്ച് സാക്ഷ്യം നൽകി. അവൻ മരിച്ചതിന് ശേഷവും വിശ്വാസത്തിലൂടെ ഇന്നും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, ഇടവക ജീവിതത്തിൽ നമുക്ക് ഹാബേലിനെ പോലെ നല്ല കാഴ്ചകളായി ദൈവത്തിന്റെ മുമ്പാകെ അർപ്പിക്കപ്പെടുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത് എടുത്തു പറയുന്നത് ഹാനോക്കിനെ കുറിച്ചാണ്. അവൻ വർഷങ്ങളോളം യഹോവയോടുകൂടെ നടന്നു എന്ന് വചനം പറയുന്നു. ഹാനോക്ക് യഹോവയോടുകൂടെ നടന്നു എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വചനത്തിൽ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അവൻ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്കിന്റെ ജീവിതം അനുഗ്രഹകരമായി തീർന്ന അങ്ങനെയാണ്. അവൻ ദൈവത്താൽ എടുക്കപ്പെട്ടു. പക്ഷെ അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തെ പ്രസാദിപ്പിച്ചവനാണ് ഹാനോക്ക് എന്ന് ദൈവത്താൽ അവന്റെ സാക്ഷ്യം ലഭിച്ചു എന്നുള്ളതാണ് ഹാനോക്കിന്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു സാക്ഷ്യം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണല്ലേ? നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് നമ്മുടെ ദൈവം നമുക്കൊരു സാക്ഷ്യം നൽകുന്നത് കേൾക്കാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ടല്ലേ? എങ്കിൽ ഹാനോക്കിനെ പോലെ ദൈവപ്രസാദത്തിൽ ജീവിപ്പാൻ, ദൈവപ്രസാദത്തിൽ സാക്ഷ്യമുള്ളവനായിരിക്കാൻ, ദൈവത്തോട് കൂടെ നടക്കുന്നവനായിരിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. മരണം കാണാതെ ഈ ലോകത്ത് നിന്ന് ഹാനോക്ക് എടുത്തപ്പെട്ടത് വിശ്വാസത്തിന്റെ തികവിലാണ്. ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ ചുറ്റുപാടുകളിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെട്ട് നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ കഴിയുമ്പോൾ ഓർക്കുക, നമ്മുടെ നടപ്പും നമ്മുടെ എടുപ്പും ഒക്കെയും ദൈവത്തിന്റെ ഹിതകരമായ രീതിയിലായിരിക്കാൻ, ദൈവത്തിന്റെ പ്രീതികരമായിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എടുക്കപ്പെടും മുമ്പ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവനെ കുറിച്ച് സാക്ഷ്യമുണ്ടായിരിക്കുന്നു. ഹാനോക്കിന്റെ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായിരുന്നു എന്ന് വചനം പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരുവനും കഴിയുന്നതല്ല എന്ന് അപ്പോസ്തലൻ പൗലോസ്ലീഹ അടിക്കുറിപ്പ് നൽകുന്നതിലൂടെയാണ്. ഹാനോക്കിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി അപ്പോസ്തലൻ പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരുവനും കഴിയുന്നതല്ല. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ യാക്കോബ് ശ്ലീഹ നമ്മളോട് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസത്തിന്റെ തലമുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രയാണ്.
പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മൃതപ്രായമായതാ. അത് നിർജീവമായി നിഷ്ക്രിയമായി പോയിരിക്കുന്നു. വിശ്വസിക്കുന്നു എന്ന് പറയുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാകാതിരിക്കുകയും ചെയ്യുന്നത് വിശ്വാസത്തിന്റെ നിഷ്ക്രിയത്വമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഹാനോക്കിനെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തിന്റെ തികവിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കണം. വിശ്വാസത്താൽ നോഹ തന്റെ തലമുറയിൽ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു എന്ന് വചനം അവനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അന്നുവരെയും കാണപ്പെടാതിരുന്നവയെ പറ്റി നോഹ മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ കുടുംബരക്ഷയ്ക്കായി ഭയഭക്തിയോടെ അവനൊരു പെട്ടകമുണ്ടാക്കി എന്ന് വചനം നമ്മളോട് പറയുകയാണ്. എത്രത്തോളം ശക്തമായിരുന്നു നോഹയുടെ വിശ്വാസം! അവൻ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഇതാ വലിയൊരു മഴക്കാലം കടന്നു വരുന്നു, ഒരു പ്രതിസന്ധിയുടെ കാലം കടന്നു വരുന്നു, ഒരു ജലപ്രളയത്തിന്റെ കാലം വരുന്നു. ഈ പെട്ടകത്തിലേക്ക് കടന്ന് രക്ഷ പ്രാപിപ്പാനായിട്ട് അവൻ ആ ചുറ്റുപാടുകളെ മുഴുവൻ ക്ഷണിക്കുകയാണ്. പക്ഷേ നോഹയുടെ വാക്കുകളെ അവിശ്വസിച്ച മനുഷ്യൻ, അവഗണിച്ച മനുഷ്യൻ ജലപ്രളയത്തിൽ പെട്ടുപോയി നശിച്ചുപോയി എന്ന് നാം വായിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെയും കേരളത്തിൽ ശക്തമായ മഴക്കെടുതികളാണ്, വെള്ളപ്പൊക്കമാണ്. നമ്മെ അസ്വസ്ഥമാക്കുന്ന വിചാരങ്ങളിലൂടെയും ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, വിശ്വാസത്തിന്റെ തികവിൽ ദൈവത്തിന്റെ ഹിതത്തോട് ചേർന്ന് നിന്ന് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കാരുണ്യവാനായ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോഹ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ സത്യത്തെക്കുറിച്ച് ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. മഴ പെയ്യും, ഭൂമി വെള്ളം കൊണ്ട് നിറയും, സംരക്ഷണം ആവശ്യമുള്ളവരൊക്കെയും യഹോവയാൽ നിർദ്ദേശിക്കപ്പെട്ട് പണിയപ്പെട്ട ഈ പെട്ടകത്തിലേക്ക് കടന്നു വന്ന് രക്ഷ പ്രാപിച്ചു കൊള്ളണമെന്ന് അവൻ എത്രയോ വർഷം പ്രസംഗിച്ചു. പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല. എന്നാൽ ഭയഭക്തിയോടുകൂടെ നോഹയും തന്റെ കുടുംബവും ആ പെട്ടകത്തിൽ രക്ഷ പ്രാപിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. ജലപ്രളയത്തിന്റെ മേൽ നോഹയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു, രക്ഷ പ്രാപിച്ചു. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ തിരമാലകളും ഓളങ്ങളും കടന്നു വരുമ്പോ അവയ്ക്കുമേൽ യഹോവയുടെ പെട്ടകമായി വിശ്വാസത്തിന്റെ പടക്കപ്പലിനെ കാണുവാൻ, വിശ്വാസത്തിന്റെ ഉറപ്പിൽ സകലതിനെയും പ്രതിരോധിക്കുവാൻ, അതിജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നോഹ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് തീർന്നു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു എന്ന് നോഹയെ കുറിച്ച് വചനം സാക്ഷ്യം തരികയാണ്. വിശ്വാസത്താൽ അബ്രാഹാം തനിക്ക് അവകാശമായി കിട്ടുവാനൊരു ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അതിനെ അനുസരിച്ച് എവിടേക്ക് പോകുന്നെന്നറിയാതെ പുറപ്പെട്ടു എന്ന് വചനം അബ്രാഹാമിനെ കുറിച്ച് പറയുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം വിശ്വാസത്തിന്റെ തികവിൽ യഹോവയുടെ നിയോഗപ്രകാരം തനിക്ക് കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര പോകുവാനായിട്ട് വിളിക്കപ്പെട്ടപ്പോൾ എങ്ങോട്ടെന്ന് ചോദിക്കാതെ, എവിടേക്കെന്ന് ചോദിക്കാതെ, എത്രമാത്രം ദൂരെ എന്ന് ചോദിക്കാതെ അവൻ യഹോവയുടെ വചനങ്ങൾക്ക് ചെവി കൊടുത്തിറങ്ങി പുറപ്പെടുകയാണ്. നൽകാമെന്ന് പറഞ്ഞ വാഗ്ദത്ത ദേശത്തേക്ക് യാത്രയാകുവാൻ അബ്രാഹാം പുറപ്പെട്ടു പോയി. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അബ്രാഹാം കാത്തിരിപ്പിൽ അനുഗ്രഹിക്കപ്പെടുന്നവനായിട്ട് തീരുകയാണ്. അവന്റെ ജീവിതം വിശ്വാസത്തിന്റെ തികവിൽ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറുകയാണ്. വിശ്വാസത്താൽ അബ്രാഹാം മാനിക്കപ്പെട്ടെങ്കിൽ, ദൈവത്തിന്റെ നിയോഗത്തെ അനുസരിച്ചതിനാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, അവനും അവന്റെ തലമുറകൾ ദൈവസന്നിധിയിൽ ഭാഗ്യം കണ്ടെത്തിയെങ്കിൽ അതിന്റെ അവകാശികളായി തീരുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ആ ദൈവത്തിന്റെ നിയോഗത്തിന് ചെവി കൊടുക്കുവാൻ, ദൈവത്തിന്റെ അരുളപ്പാടിന് ചെവി കൊടുക്കുവാൻ
കർത്താവിന്റെ കർത്തൃകൽപ്പനകളെ ആചരിച്ച് ജീവിതത്തിൽ സാക്ഷികളായി തീരുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. സന്താന സൗഭാഗ്യമില്ലാതിരുന്ന സാറ, പ്രതീക്ഷ നഷ്ടപ്പെട്ട സാറ, ജീവിതത്തിന്റെ സാധ്യതകൾ അടഞ്ഞുപോയ അബ്രാഹാമിന്റെ ഭാര്യയായിരിക്കുന്ന സാറ, അവൾ ദൈവദൂതന്റെ വചനത്തിൽ വിശ്വസിച്ച് കാത്തിരുന്നു. സ്വർഗത്തിന്റെ വാക്കുകൾക്ക് അവൾ ചെവി കൊടുത്തു. അവൾ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുകയാണ്. വിശ്വാസത്താൽ സാറ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു എന്ന് അവളെ കുറിച്ച് സാക്ഷ്യം നൽകുകയാണ് വചനം. അതുകൊണ്ട് ഒരുവന് മൃതപ്രായവനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെ സന്തതി ജനിച്ചു എന്ന് വചനം അടിവരയിട്ട് പറയുകയാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ പലപ്പോഴും വിശ്വാസത്തിന്റെ ആഴങ്ങളെ ചോദ്യം ചെയ്യുന്ന അഗ്നി അനുഭവങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. സഭാജീവിതത്തിൽ, ഇടവക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ, അയൽബന്ധങ്ങളിലൊക്കെ ഒരു പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ പശ്ചാത്തലങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന തീ അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. തീക്ഷ്ണമായ ചുറ്റുപാടുകൾ സംജാതമായേക്കാം. എന്നാൽ ഹാവേലിനെ പോലെ നിഷ്കളങ്കനായി ആരാധനയുടെ സൗരഭ്യത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും, ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടന്ന് അനുഗ്രഹത്തിന്റെ അവകാശികളായി തീരുവാനും, നീതിമാനായ നോഹയെ പോലെ നീതിയിൽ ജീവിച്ച് ദൈവത്തിന്റെ സാക്ഷ്യം പ്രാപിക്കുവാനും, അബ്രാഹാം പിതാവിനെ പോലെ വിശ്വാസത്തിന്റെ തികവിൽ ദൈവം നൽകുന്ന നിയോഗങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹകരമായിട്ട് തീരുക. സാറാ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് കാത്തിരുന്നു. പുത്രോത്പാദനത്തിനുള്ള ശേഷി ഇല്ലാതിരുന്നിട്ടും അവൾ ദൈവത്തിന്റെ വചനത്തിന്റെ വിശ്വസ്തതയിൽ, പ്രതീക്ഷയിൽ കാത്തിരുന്നു. അവളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. അവളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ നിറവേറപ്പെട്ടു എന്ന് വചനം നമ്മളോട് പറയുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വാക്കുകൾ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഏതെങ്കിലും ജീവിതത്തിന്റെ ഭാരങ്ങളാൽ, പ്രയാസങ്ങളാൽ, വേദനകളാൽ, അസ്വസ്ഥതകളാൽ, സഹിപ്പാൻ കഴിയാത്ത വ്യഥകളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് വിശ്വാസത്തിന്റെ തികവിൽ ദൈവം കാട്ടിത്തരുന്ന അത്ഭുതങ്ങളെ കാണുവാൻ, ദൈവകൃപയെ നമ്മെ തന്നെ വളർത്തുവാൻ നമ്മുടെ ചിന്തയും ധ്യാനവും മുഖാന്തരമായിട്ട് തീരണം. ഈ വചനത്തിന്റെ നിറവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. നിയോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂടുതൽ ഉത്തേജിപ്പിക്കുവാൻ, ദൈവഹിതത്തോട് ചേർന്ന് നടക്കുവാൻ സ്വർഗം നമ്മെ ഒരുക്കട്ടെ, അതിന് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഹാവേലിനെ നമുക്ക് ജീവിതത്തിന്റെ മാതൃകയായിട്ട് ഏറ്റെടുക്കാം. ഹാവേലിന്റെ നിഷ്കളങ്കത നമുക്ക് ജീവിതത്തിൽ ഏറ്റെടുക്കാം. ആരാധനയിൽ അവൻ ദൈവത്തോട് ചേർന്ന് നിന്നതുപോലെ നമ്മുടെ ആരാധന നമുക്ക് പ്രീതിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ വിശുദ്ധിയുള്ള ആരാധനയായി നിങ്ങളെ തന്നെ പിതാവാം ദൈവത്തിന് സമർപ്പിപ്പിനെന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയുള്ള ആരാധനയായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹാനോക്കിനെ പോലെ ദൈവഹിതത്തോട് ചേർന്ന് നടക്കുവാൻ, ഭൂമിയിൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നടക്കുവാൻ, ദൈവത്തിന്റെ ആജ്ഞപ്രകാരം ജീവിക്കുവാൻ, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് ചെവി കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്താൽ എടുക്കപ്പെടുവാൻ, മരണബന്ധനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ അത് മുഖാന്തരം ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോഹ തലമുറയിൽ വിശ്വസ്തനായിരുന്നു, നീതിമാനായിരുന്നു. അന്നുവരെ അവൻ കാണപ്പെടാത്തവയെ കുറിച്ച് മനസ്സിൽ ഉറപ്പിച്ച് അവൻ അതിൽ വിശ്വസിച്ച് ജനത്തിന് മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ വിശ്വസിക്കാതിരുന്ന അനേകം പേർ പെട്ടുപോയപ്പോൾ അവൻ കുടുംബരക്ഷയ്ക്കായി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചു. ആ പെട്ടക മുഖാന്തിരമായി അവൻ രക്ഷ പ്രാപിച്ചു നാം വായിക്കുന്നു. നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ പുതിയ നിയമ പെട്ടകം. അവനിലേക്ക് കയറി രക്ഷ പ്രാപിപ്പാൻ, പ്രപഞ്ചത്തിന്റെ പ്രതികൂലതകളെ എതിരിടുവാൻ, ജീവിതത്തിന്റെ ഓളങ്ങളെ അതിജീവിക്കുവാൻ കർത്താവാകുന്ന പെട്ടകത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാം. കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. അവനോടുള്ള വിശ്വാസത്തിന്റെ തികവിൽ നമ്മുടെ ജീവിതങ്ങളെ
അനുഗ്രഹരമാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താം. അബ്രാഹാം വിശ്വാസികളുടെ പിതാവ്, അവരെ ദൈവം ഏൽപ്പിച്ച നിയോഗത്തിലും വിശ്വസ്തരായിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഭരമേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ. ദൈവം എന്താണ് നമ്മളോട് കൽപ്പിക്കുന്നത് അതനുസരിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ, ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, ശ്രേഷ്ഠമായ കാഴ്ചയായി നമ്മെ തന്നെ വെക്കുവാൻ ഈ വചനം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തന്റെ സാധ്യതകളെല്ലാം അടഞ്ഞു പോയിട്ടും ദൈവത്തിൽ സാധ്യത കണ്ടെത്തുവാൻ തക്കവണ്ണം മനസ്സിനെ ഒരുക്കിയ, ജീവിതത്തെ തന്നെ ചിട്ടപ്പെടുത്തിയ സാറായെ പോലെ കാത്തിരിപ്പിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രതീക്ഷിക്കുവാൻ, അനുഗ്രഹങ്ങൾക്കായിട്ട് കാത്തിരിക്കുവാൻ, അനുഗ്രഹത്തിന്റെ നിറവിൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ഭാഗ്യം നൽകട്ടെ. അതിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനാണ് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ പൂർവികർക്ക് ലഭിച്ച സാക്ഷ്യം, അനുഗ്രഹത്തിന്റെ വഴികൾ, അനുഭവങ്ങളെല്ലാം ഏറ്റെടുക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ഒരുക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിന്റെ ഉൾക്കണ്ണുകൾ തുറക്കണം കർത്താവേ, തിരഹിതത്തെ അറിയുവാൻ, അവിടുത്തെ വഴികളെ തിരിച്ചറിഞ്ഞ് നടക്കുവാൻ, കൃപയിൽ അഭയം പ്രാപിക്കുവാൻ, അവിടുന്ന് ഒരുക്കുന്ന രക്ഷയെ കണ്ടെത്തുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് കരുപിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രാഹാമിനെ പോലെ, നോഹയെ പോലെ, ഹാനോക്കിനെ പോലെ, സാറായെ പോലെ വിശ്വസ്തതയിലും പരിപാവനതയിലും പ്രതീക്ഷയിലും യഹോവയോട് ഒത്തൊരുമിച്ചിട്ടുള്ള സഹവാസത്തിലായിരിക്കാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവേ, രോഗത്താലോ ഭാരത്താലോ അസ്വസ്ഥമായിരിക്കുന്ന ഹൃദയങ്ങളെ മുഴുവൻ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് എല്ലാ ഹൃദയങ്ങളെ സ്പർശിക്കണം കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ സകലരെ നിറയ്ക്കണം കർത്താവേ. തീക്ഷ്ണമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരിലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുളിർമഴയായി പെയ്തിറങ്ങുവാൻ, അവരുടെ ഹൃദയങ്ങളെ മുഴുവൻ അനുഗ്രഹത്തിൽ ആറാടിക്കുവാൻ സ്വർഗത്തിന്റെ ഇടപെടലുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശബ്ദത്തിന് ചെവി കൊടുക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. ഈ വചനത്തിന്റെ നിറവ് ഞങ്ങൾ എല്ലാവരെയും സ്വർഗം ഏറ്റെടുക്കണം. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.